നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാനിൽ ബസ് മറിഞ്ഞ് 4 മരണം, നിരവധി പേർക്ക് പരിക്ക്. അജ്മാനിൽ 2 തീപിടുത്തത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ഒമാനിൽ മസ്കറ്റ് ഗവർണറേറ്റിൽ ബസ് മറിഞ്ഞ് 4 ജീവനുകൾ പൊലിഞ്ഞു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അൽ ബുസ്താൻ വാദി കബീർ റോഡിൽ ബന്ദാവിലേക്കുള്ള എക്സിറ്റിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. 4 പേരാണ് മരണപ്പെട്ടതെന്ന് റോയൽ ഒമാൻ പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വാഹനത്തിൽ 53 പേരാണ് ഉണ്ടായിരുന്നത് എന്ന് ഒമാൻ പോലീസ് അറിയിച്ചു. പരിക്കേറ്റവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. 38 പേർക്ക് നിസ്സാര പരിക്കുകളാണ് ഉള്ളത്. റോയൽ ഒമാൻ പോലീസ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാലും അപകടത്തിൽപ്പെട്ട മരിച്ചവരുടെ വിവരങ്ങൾ അധികം വൈകാതെ തന്നെ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം അജ്മാനിലുണ്ടായ തീപിടുത്തത്തിൽ 9 പേർക്കാണ് പരിക്കേറ്റത്. അൽ റാഷിദിയ 1 ലൂലോവ റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ റെസിഡൻഷ്യൽ ടവറിലാണ് അഗ്നിബാധ ഉണ്ടായത്. അജ്മാൻ പോലീസിന്റെ സഹകരണത്തോടെ സിവിൽ ഡിഫൻസ് ടീമുകൾ തീ നിയന്ത്രണ വിധേയമാക്കി. പട്രോളിംഗും സിവിൽ ഡിഫൻസ് സ്ക്വാഡുകളും ടവറിലെ വാടകക്കാരെ ഒഴിപ്പിച്ച ശേഷം തീ പൂർണ്ണമായും അണച്ചതായും തുടർന്ന് ശീതീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതായും ഇതിന് മേൽനോട്ടം വഹിച്ച അജ്മാൻ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഷെയ്ഖ് സുൽത്താൻ ബിൻ അബ്ദുള്ള അൽ നുഐമി പറഞ്ഞു. തീപിടുത്തത്തിൽ അപ്പാർട്ട്മെന്റുകൾക്കും ടവറിന്റെ പുറം ഭാഗത്തിനും കേടുപാടുകൾ സംഭവിച്ചു. ഒരു വശത്തുണ്ടായ അഗ്നിബാധ പെട്ടെന്ന് നിരവധി അപ്പാർട്ട്മെന്റുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. കനത്ത പുക ശ്വസിച്ചാണ് 9 പേർക്ക് ശ്വാസം മുട്ടൽ ഉണ്ടായത്. ഇവർക്ക് ആംബുലൻസിൽ സംഭവസ്ഥലത്ത് വൈദ്യസഹായം നൽകി. ഇതിൽ സാരമായി പരിക്കേറ്റ 2 പേരെ തുടർ ചികിത്സയ്ക്കായി ഷെയ്ഖ് ഖലീഫ ആശുപത്രിയിലേക്ക് മാറ്റിയതായും അൽ നുഐമി അറിയിച്ചു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പുലർച്ചെ അജ്മാനിൽ ലൂബ്രിക്കന്റ് ഓയിൽ കമ്പനിയിലും തീപിടുത്തം ഉണ്ടായിരുന്നു. 5 പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത്. വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. ഫാക്ടറി, പ്രിന്റിംഗ് പ്രസ്, റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ വെയർഹൌസ്, 9 കടകൾ, 36 കാറുകൾ എന്നിവ കത്തി നശിച്ചു. സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് തീ നിയന്ത്രണ വിധേയമാക്കി. പരിക്കേറ്റവരെ ഷെയ്ഖ് ഖലീഫ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പുലർച്ചെ 3:30 അഗ്നിബാധ ആദ്യം റിപ്പോർട്ട് ചെയ്തതെന്ന് അജ്മാൻ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഷെയ്ഖ് സുൽത്താൻ ബിൻ അബ്ദുള്ള അൽ നുഐമി പറഞ്ഞു. ഫാക്ടറിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറുകളാണ് കത്തി നശിച്ചത്. തീപിടുത്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് അയൽ എമിറേറ്റുകളായ ദുബായ്, ഷാർജ, ഉമ്മുൽ ഖുവൈൻ, അജ്മാൻ എന്നിവിടങ്ങളിലെ ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് സഹായം തേടുകയായിരുന്നു. പരിക്കേറ്റവരുടെ കൂടുതൽ വിവരങ്ങളും കമ്പനി ഉടമയെക്കുറിച്ചുള്ള വിവരങ്ങളും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.